സെന്റർ ഫോർ പ്രൊബേഷൻ റിഫോംസ് വന്നത് LGRFന്റെ കേരള സ്റ്റേറ്റ് ചാപ്റ്ററിന്റെ ഇനീഷ്യേറ്റീവ് ആയിരുന്നു. സോ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ കപ്പാസിറ്റി ഡെവലപ്മെന്റ് ഫോർ പ്രൊബേഷൻ സപ്പോർട്ട് ടീംസ്, അതില് പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവാം, ലീഗൽ കൗൺസിലേഴ്സ് ഉണ്ടാവാം, ലോ സ്റ്റുഡൻസ് ഉണ്ടാവാം, MSW സ്റ്റുഡൻസ്, സോഷ്യൽ വർക്കേഴ്സ്, ഇവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ് സെന്റർ ഫോർ പ്രൊബേഷൻ റിഫോംസിൽ നിന്ന് മുന്നോട്ട് വെക്കുന്നത്. പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് 1958 പ്രകാരമാണ്, അതിന്റെ ഒരു ബേസിലാണ് നമ്മൾ സെന്റർ ഫോർ പ്രൊബേഷൻ റിഫോംസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയേക്കുന്നത്. അപ്പൊ എന്താണ് പ്രൊബേഷൻ? ഒന്നാമതായിട്ട് പറയാനുള്ളത്, 2 വർഷത്തിൽ താഴെ ശിക്ഷയുള്ള എല്ലാവരും നേരത്തെ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് കുറ്റം ചെയ്യുകയാണ്. അവർക്ക് 2 വർഷത്തിൽ താഴെയാണ് ആ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷയെങ്കിൽ അവർക്ക് പ്രൊബേഷൻ എന്നുള്ള തരത്തിലുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ അവരുടെ സോഷ്യൽ ഹിസ്റ്ററി നമ്മൾ നോക്കും, അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കും, അവരുടെ എന്താണ് അവസ്ഥ, അവരുടെ വെൽത്ത് എന്താണ്, സമൂഹത്തിൽ അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ എക്കണോമിക് വെൽബീയിങ് എന്താണ്, അവരുടെ ഫാമിലിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും ഒരു പ്രൊബേഷൻ ഓഫീസർ ഉണ്ടാവും. പ്രൊബേഷൻ ഓഫീസർ ഒരു റിപ്പോർട്ട് കോർട്ടിന് സബ്മിറ്റ് ചെയ്യും. ആ ഒരു റിപ്പോർട്ട് പ്രകാരം കോർട്ട് നോക്കും, ഇനിയാളെ ഈ സമൂഹത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ, അതോ കോടതിയിലേക്ക് ജയിലിലേക്ക് വിടുന്നതാണോ നല്ലത്. ആ ഒരു 2 ഫാക്ടർ നോക്കിയിട്ട് ഈ പ്രൊബേഷൻ റിപ്പോർട്ട് പ്രകാരം ഒരു വ്യക്തിയെ സമൂഹത്തിലേക്ക് വിടുന്നതാണ്, അവർക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്ത് സമൂഹത്തിലേക്ക് വിടുന്നതാണ് നല്ലതെങ്കിൽ കോർട്ട് ആണ് പ്രൊബേഷന് റൈറ്റ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, 21 വയസ്സിൽ താഴെയുള്ള എല്ലാ കുറ്റവാളികൾക്കും പ്രൊബേഷൻ വേണ്ടി മസ്റ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ട്. അതായത് പ്രൊബേഷൻ റിപ്പോർട്ട് മസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഒരു പ്രൊബേഷൻ റിപ്പോർട്ട് ഓഫീസറോട് കോർട്ട് ചോദിക്കണം, 21 വയസ്സിൽ താഴെയുള്ള ഒരു കുറ്റവാളിയാണ് കോർട്ടിന് ഫ്രണ്ടിൽ വന്നിരിക്കുന്നതെങ്കിൽ കോർട്ട് ചോദിക്കും, പ്രൊബേഷൻ ഓഫീസറോട് ചോദിക്കും, ഇന്നയാളേക്ക് ഇന്ന റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ചോദിക്കും. അതനുസരിച്ച് ഇന്നയാളെ സമൂഹത്തിലേക്ക് വിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഈ ഒരു 2 ബേസിക് കാര്യങ്ങളാണ് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിന്റെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. നല്ല നടപ്പിന് വിടുക എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയും. ഇനിയിപ്പം LGRFന്റെ പാർട്ടായിട്ട് CPR എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് ഞാൻ പറയാൻ പോകുന്നത്. LGRFുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പരിപാടികൾ ദൂരദർശൻ ആണെങ്കിലും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇപ്പൊ നടന്നു പോകുന്നുണ്ട്. ആദ്യം കാണുന്നത് കെൽസയുടെ ഒരു പ്രൊബേഷൻ സെലിബ്രേഷൻ ആയിരുന്നു. 2020 പരിപാടിയാണ്. ഈ ഒരു സമയത്ത് നവംബർ 15 മുതൽ ഡിസംബർ 4 വരെ ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ബർത്ത് ആനിവേഴ്സറി ടു ഡെത്ത് ആനിവേഴ്സറിയാണ് ആ ഒരു പ്രൊബേഷൻ വീക്ക് ആയിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നത്. ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രൊബേഷൻ സെലിബ്രേഷനും ദൂരദർശനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിഫോർമേഷൻ ആൻഡ് ഡിഫൻഡേഴ്സ് ആൻഡ് പ്രൊബേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പാഠം ദൂരദർശന്റെ ഒരു ഷോയുമായിരുന്നു. രണ്ടാമത് ഓറിയന്റേഷൻ പരിപാടികളുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഒബ്സർവൻസ് ഉണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇപ്പം ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് DLSA ആയിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ LGRF നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വർക്ക്ഷോപ്സ് നടത്തിയിട്ടുണ്ട്. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു വർക്ക്ഷോപ്പ് നടന്നിട്ടുണ്ട്. DLSAയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്ക്ഷോപ്പ് നടത്തി. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ള വെബിനാർസ്, പ്രൊബേഷൻ ലിറ്ററസി വെബിനാർ ഉണ്ടായിരുന്നു, പ്രൊബേഷൻ ആസ് എ ടൂൾ ഓൺ റിഫോർമേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടായി. പിന്നെ ഒരു 1 വീക്ക് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. നമ്മള് ഫർദർ ഇനി ഈ വരുന്ന വർഷങ്ങളിൽ പ്രൊബേഷൻ്റെ ഒരു ഇന്റേൺഷിപ്പ് നോക്കുന്നുണ്ട്. ഈ വർഷം അവസാനത്തോളമായിട്ട് ലീഗൽ അവയർനെസ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ സെന്റർ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ആലപ്പുഴ സെൻട്രൽ പ്രസംഗിലാണെങ്കിൽ, അതായത് തിരുവനന്തപുരത്താണെങ്കിൽ ഒക്കെ നടത്തിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള അവബോധ പരിപാടികൾ അല്ലെങ്കിൽ ലീഗൽ അവയർനെസ് ആണ് ഈ കാണുന്നത്. നമുക്ക് പ്രൊബേഷൻ എന്നുള്ള കാര്യം സമൂഹത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും കുറെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. സിവിൽ സൊസൈറ്റി ഒരു സ്റ്റേക്ക് ഹോൾഡർ ആയിരിക്കും, ജുഡീഷ്യറി ഉണ്ടാവും, പോലീസ് ഉണ്ട്, അങ്ങനെ പല ഓർഗനൈസേഷൻസ് ഉണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ്സിന്റെ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ എല്ലാം ഒരു കോർഡിനേഷൻ കൊണ്ട് മാത്രമേ
എപ്പോഴും നമുക്ക് പ്രൊബേഷൻ എന്നുള്ള കാര്യം നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരു കേസ് ആദ്യമേ വരുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പം കേസുകൾ ഡിവൈഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഒരു ഓർഗനൈസേഷൻ ലെവലിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാവും. റിപ്പോർട്ട്സ് ആൻഡ് സജഷൻസ് ഈ വരുന്ന വർഷങ്ങളിൽ, ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പ്രൊബേഷന്റെ 4 നൈറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സജഷൻസ് മിനിസ്ട്രിക്ക് സബ്മിറ്റ് ചെയ്തു. സെൻട്രൽ പ്രസന്റിൽ പോയി ഇന്റേൺഷിപ്പ് ചെയ്തവരുണ്ട്. പിന്നെ VR കൃഷ്ണയ്യറിന്റെ പേരിൽ ഒരു റിസർച്ച് ആൻഡ് ലീഗൽ എയ്ഡ് സെന്റർ തുടങ്ങണം എന്നുള്ള ഒരു നമ്മുടെ സജഷൻ ആയിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ വർഷം മിനിസ്ട്രിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത്തവണ നമ്മൾ അത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആണ്. പ്രൊബേഷന് പ്രത്യേകിച്ച് NGOസോ അങ്ങനെയൊന്നും പ്രത്യേകിച്ചില്ല. NCRFന്റെ CPR ഉള്ളതുപോലെ തന്നെ ഈ NGOs ആകട്ടെ, മെഡിക്കൽ കോളേജ് ആകട്ടെ, അല്ലെങ്കിൽ ലോ കോളേജസ്, MSW കോളേജസ്, അതുപോലെ മെയിനായിട്ടും കുറെ കാര്യങ്ങൾ ഒരുമിച്ച് തന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റൂ. കഴിഞ്ഞ വർഷം പ്രൊബേഷൻ കോർഡിനേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ബിന്ദു മാമിന് കൺവീനേഴ്സും മെമ്പേഴ്സും കൊടുത്തേക്കുന്ന റിപ്പോർട്ടാണിത്. ഈ ഒരു വർഷത്തെ, അതായിരുന്നു കഴിഞ്ഞ വർഷങ്ങളെ ടാസ്ക്. ഈ ഒരു വർഷത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി റിസർച്ച് വർക്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഈ വർഷങ്ങളിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള റിസർച്ച് വർക്സ് ആണ്. ഈ മാസമായിരുന്നു കേരളീയം പരിപാടി നടക്കുന്നത്. ഓപ്പൺ ഫോറം ഉണ്ടായിരുന്നു. NCRFന്റെ ഭാഗമായിട്ട് സഭി സാർ അതിൽ സംസാരിച്ചിരുന്നു. പ്രൊബേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ജീവനം, നേർവഴി എന്നീ കുറെ പദ്ധതികളുണ്ട്. ആ ഒരു പദ്ധതികളെ പറ്റിയും എങ്ങനെയാണ് ക്രൈംസ് കുറയ്ക്കാൻ പറ്റുക, എങ്ങനെയാണ് പ്രൊബേഷന്റെ കൂടുതലായിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ മെയിൻ ചർച്ചാ വിഷയം. ഇന്നലെ ഒരു പ്രൊബേഷൻ ഡേ സെമിനാർ ഉണ്ടായിരുന്നു. ഇന്നലെ VR കൃഷ്ണയ്യറിന്റെ ജന്മദിനമായതുകൊണ്ട് പ്രൊബേഷൻ ഡേ ഉണ്ടായി. സോ നമ്മൾ കോവളം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ പ്രൊബേഷൻ ഡേ സെലിബ്രേഷൻ ഉണ്ടായി. അപ്പം അതിൽ നിന്നുള്ള ഇമേജ് ആണത്. ഇതിൽ ഇത്രയൊക്കെയാണ് ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് മെയിൻ ആയിട്ട് കുറെ സജഷൻസ് ഉണ്ട്, എങ്ങനെയൊക്കെ പ്രൊബേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ, എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ. അതിലൊരു സജഷൻ ആയിരുന്നു നേരത്തെ നമ്മൾ സംസാരിച്ച ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. VR കൃഷ്ണയ്യറിന്റെ പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുക. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ റൂൾസ് അനുസരിച്ച് എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ പ്രൊബേഷന്റെ റൂൾസ് ഒക്കെ നോക്കിയാലോ മനസ്സിലാവും, ആ റൂൾസ് അനുസരിച്ചൊന്നുമല്ല പോസ്റ്റുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും വർക്ക് ചെയ്തത്. അതിനൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ ഭയങ്കര കുറവാണ്. അപ്പം മാത്രമല്ല, ഇവിടെ ഉള്ളത് പ്രൊബേഷൻ ഓഫീസേഴ്സിന് ഒരു ക്രഞ്ച് ഉണ്ട്. ഫൈനാൻഷ്യൽ എയ്ഡ്, അതായത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ജീവനം, നേർവഴി പോലുള്ള പദ്ധതികളിൽ ഫൈനാൻഷ്യൽ എയ്ഡിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നല്ല രീതിയിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇത്തവണ നമ്മൾ കുറെ കൂടെ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് കുറെ കൂടെ ഡെവലപ്പ് ആക്കുക എന്നുള്ളതായിരുന്നു. നമുക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ടീമുണ്ട്, റിസർച്ച് ട്രെയിനീസ് ഉണ്ട്, അല്ലാണ്ട് പ്രൊബേഷൻ ഒരു കോർ ടീം. ഈ 3 ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ പുതിയ പിള്ളേർക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ഈ മാസം അവസാനം ഒരു വോളണ്ടിയർ ഫോം വിളിക്കും. അപ്പം വോളണ്ടിയർ ആവാൻ താല്പര്യമുള്ളവർക്ക്, പ്രൊബേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് പങ്കെടുക്കും. ഇത്രയൊക്കെയാണ് CPRന്റെ ഈ കഴിഞ്ഞ വർഷങ്ങളിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്.